ചെറിയ കാപ്പി കൂടി പതുക്കെ എടുത്തു പോവുക. അയ്യോ, നമുക്ക് കത്തിച്ച് വിട്ട് പോയി ഗൈസ്. നമ്മുടെ കാറ്റാടി യന്ത്രത്തിൻ്റെ മറ്റേ ചിറകാണ് അണ്ണാ ബെന്നാർഘട്ട. ഹലോ യൂട്യൂബ്, റൈഡ് വിസ്പേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ചെറിയൊരു റൈഡ് പോകാൻ ഇറങ്ങിയേക്കുവാണ് കേട്ടോ. ഒരു റെസ്റ്റോറൻറ്റ് കവർ ചെയ്യാൻ പോവാണ്. ചെറിയ കാപ്പി കൂടി പതുക്കെ എടുത്തു പോവുക. അയ്യോ ചേട്ടാ, കാർ ചേട്ടാ. ഓക്കെ, താങ്ക് യു. ഇത് പൊളി, ഇപ്പോൾ കുഴപ്പമില്ല. അടുത്ത തുറക്കല് എന്തായാലും നമുക്ക് കയറി പോവാട്ടോ. BMW വണ്ടി. നമുക്ക് കത്തിച്ച് വിട്ട് പോയി ഗൈസ്. അടിപൊളി. ഇതൊരു ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ ഈ റൈഡൊക്കെ പോകുമ്പോൾ വേറെ റൈഡേഴ്സിനെ കാണുമ്പോൾ ഇതുപോലെ സ്പെഷ്യലായിട്ട് ചില ബൈക്സൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യും. ഇറ്റ് ഗിവ്സ് ഗുഡ് വൈബ് ബ്രോ. അപ്പോൾ പോവാം. നമ്മുടെ കാറ്റാടി യന്ത്രത്തിൻ്റെ മറ്റേ ചിറകാണ് ഗൈസ്. എന്ത് വലുപ്പമാണ്. ഞാനിതുവരെ കാറ്റാടി യന്ത്രം കണ്ടിട്ടില്ല. നമുക്ക് ഒരു ദിവസം നമുക്കൊരു റൈഡ് പോവാം. എവിടെയെങ്കിലുമൊക്കെ ഒരു വിൻഡ് മില്ല് തപ്പി. ഓക്കെ, പിന്നീടാവാം. കുറച്ച് സമയം കിട്ടട്ടെ. ചില പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കണം. ആ ഒരു സമയമാകുമ്പോൾ 2-3 ദിവസത്തെ ലീവൊക്കെ എടുത്ത് നമുക്കൊരു റൈഡ് അങ്ങോട്ട് വിടാം. അപ്പോൾ നമ്മൾ നൈസ് റോഡിലേക്ക് കയറിയിരിക്കുന്നു ഗൈസ്. ഈ റോഡ് എനിക്ക് ഇച്ചിരി സ്പെഷ്യലാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഞങ്ങൾ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് എനിക്ക് ലൈസൻസൊക്കെ എടുക്കുന്നതിന് മുന്നേ എൻ്റെ കൂട്ടുകാരനുണ്ട് ഷിവിൻ. ആളുടെ ലൈസൻസ് വെച്ചിട്ട് ഞങ്ങളിടയ്ക്ക് ഈ വെഹിക്കിൾസ് 2 വീലർ റെൻ്റൽസിന് എടുക്കുമായിരുന്നു. നമ്മുടെ ഓൺ ട്രാക്ക് അതുപോലത്തെ ഈ വേഗോ സംതിങ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സോ അതിലൊക്കെ റെൻ്റൽസിന് എടുത്തിട്ട് ബൈക്ക് ചുമ്മാ നൈറ്റ് ഒരു റൈഡിനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു കോളേജ് സർജാപുര സൈഡിലാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു കോളേജിൻ്റെ ഭാഗത്ത് അങ്ങനെ അത്ര വലിയൊരു പ്ലെയിൻ ആയിട്ടുള്ള റോഡും പരിപാടിയൊന്നും നമുക്ക് കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഞങ്ങൾ ഇത് നൈസ് റോഡിലേക്കായിരുന്നു കയറിയിരുന്നത്. നേരെ നൈസ് റോഡിലേക്ക് കയറിയിട്ട് ചുമ്മാ വണ്ടിയൊക്കെ ഓടിച്ച് ഇങ്ങനെ കളിക്കും. ബ്രോ, താങ്ക് യു. നമുക്ക് ഇവിടെ കയറാം. അണ്ണാ ബെന്നാർഘട്ട. താങ്ക് യു. അപ്പോൾ നമ്മളിവിടെ നൈസ് റോഡ് അഡ്രസ്സ് കയറിയിരിക്കുന്നു. ഇവിടുന്ന് 1 hour കാണിക്കുന്നുണ്ട് കേട്ടോ. 47 കിലോമീറ്റേഴ്സാണ് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന്
ഇന്ന് കൊള്ളാം, ഇന്ന് നല്ല രസമുണ്ട്. ആൻഡ് നൈസ് റോഡ് ഇസ് ഓൾവേസ് പീസ്. ഈ ഒരു റോഡിൽ ഒരു റൈഡർക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. റെസ്പോൺസിബിളായിട്ട് ഓടിക്കണം, ബട്ട് സ്റ്റിൽ എന്നാലും. അപ്പോൾ ഗൈസ്, നമ്മളപ്പോൾ പറഞ്ഞു വന്നത് ആദ്യമായിട്ട് ഞാൻ നൈസ് റോഡിൽ വണ്ടി ഓടിച്ച കാര്യം കേട്ടോ. സോ ഇവിടെ ഞങ്ങൾ അന്ന് എടുത്ത വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെവ്വി ആയിരുന്നു. ആ ചെറിയൊരു സ്കൂട്ടിയോ അല്ല ബൈക്കോ അല്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവമില്ലേ, അതായിരുന്നു. അതാണ് ഞാൻ ആദ്യമായിട്ടൊരു മെയിൻ റോഡിൽ ഒരു ഹൈവേ പോലത്തെ ഒരു സെറ്റപ്പിൽ ഞാൻ ഓടിക്കണത്. സോ ആള് ജസ്റ്റ് ഞാൻ ചുമ്മാ എനിക്ക് പൊതുവെ ആരോടാണെങ്കിലും, ഈവൻ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ ഭയങ്കര മടിയായിരുന്നു. സോ റൈഡിനോടും ടൂ വീലേഴ്സിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും, ഭയങ്കര ഇഷ്ടമായിരുന്നെങ്കിലും, ഞാൻ അവനോടൊന്നും ചോദിച്ചില്ല. അവനിവിടെ കയറുന്നവരെ അങ്ങനെ കൊണ്ടുവന്നു. പെട്ടെന്ന് വണ്ടി സൈഡിൽ ഒതുക്കി, എന്നിട്ട് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി. എന്നിട്ട് അതെനിക്ക് ഭയങ്കര ഒരു മാജിക്കലായിട്ടുള്ള മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. അവനെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ വണ്ടിയിൽ ഫ്രണ്ടിൽ കയറി ഇരിക്കാൻ പറഞ്ഞു. അന്ന് എടുത്തോന്നും പറഞ്ഞിട്ട് അവൻ പുറകെ കയറിയിരുന്നു. എനിക്ക് കൈയും കാലൊക്കെ കുറച്ചങ്ങോട്ട് തുടങ്ങിയത്, പക്ഷെ എന്നാലും ചുമ്മാ പതുക്കെ ഞാനൊന്ന് മൂവ് ചെയ്ത് പിന്നെ ഓടിച്ചു നോക്കും. പിന്നെ കുറച്ച് പോയപ്പോഴത്തേക്കും ഇച്ചിരി കോൺഫിഡൻസ് ഒക്കെ വന്നു. 60 km/h ആയിരുന്നു ഞാൻ അന്നത്തെ എൻ്റെ മാക്സിമം ടോപ്പ് സ്പീഡ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പോയി. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് ഭയങ്കര നല്ല മെമ്മറീസ് ഒക്കെ ഉണ്ട് എനിക്ക് ഈ നൈസ് റോഡ് എന്ന് പറയുമ്പോൾ കേട്ടോ. ആൻഡ് ഈ റോഡിന് ഭയങ്കര ഭംഗിയാണ് ഗൈസ്, നിങ്ങളൊന്ന് വന്ന് നോക്കിയാൽ അറിയാം. ആൻഡ് ഈ ഒരു സമയമല്ല, ഇപ്പോൾ സമയം 11:45 ആയി കേട്ടോ. നമ്മൾ ഇവിടെ കയറുകയാണെങ്കിൽ കുറച്ച് ഏർലി മോർണിംഗ് കയറണം, ഭയങ്കര രസമാണ്. അല്ലെങ്കിൽ ഈവനിങ് കയറണം, ഈ സണ്ണ് നമ്മുടെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തൊക്കെ. ആ ഒരു സമയം ഈ നൈസ് റോഡ് തരുന്ന ഫീലും വൈബും, അതൊരു ടൂ വീലറിലും കൂടി ആണെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ വേറെ ലെവലാണ്. നമുക്കിനി പതുക്കെ ഒന്ന് കത്തിച്ച് നോക്കാം. സമാധാനം കിട്ടില്ല ഗൈസ്. 100 അടിച്ചു ഗൈസ്, 100 അടിച്ചു. അപ്പോൾ ഗൈസ്, നൈസ് റോഡിൽ നിന്നും വിട പറയാനുള്ള സമയമായി. പതുക്കെ നമ്മൾ എക്സിറ്റിലേക്ക് പോകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആംബുലൻസ്. ജസ്റ്റ് എക്സിറ്റ് ബ്രൂ. എക്സിറ്റിലും അത്യാവശ്യം ട്രാഫിക് ഉണ്ട്. ഇയാളിത് എന്ത് കോപ്പിനേറ്റിലെടുത്ത് ഓട്ടാ. പുറകിൽ വെക്കുന്ന ആൾ ടെൻഷനായിരിക്കുന്നു ഗൈസ്. ഇതിൽ ആക്ച്വലി ടൂ വീലറിൻ്റെ എക്സിറ്റ് ഏത് സൈഡിലേക്കായിട്ട് വരുന്നു? ഈ സൈഡിലാണല്ലോ. പിന്നെ എന്തിനാ ഇവന്മാർക്ക് ഇവിടെ കൊണ്ടു നിർത്തിയേക്കുന്നത്? കൊടുക്കും ചെയ്യേണ്ടി വന്നു ഗൈസ്. റോഡിന് പുറത്ത് പതുക്കെ കയറാം. ഓക്കെ, പ്ലീസ് ടേക്ക് ഔട്ട് യുവർ ടിക്കറ്റ്സ്. നോ ഹെൽമെറ്റ്, നോ എൻട്രി. നല്ല കാര്യം. സോ നൈസ് റോഡ് എക്സിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഹാഫ് ആൻ അവർ കാണിക്കണം കേട്ടോ. 32 minutes. 17 കിലോമീറ്ററാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താനുള്ള ദൂരം. there is no proper signal over here. ചേച്ചി നിർത്തി തന്നു. ഗുഡ് ചേച്ചി. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകണം. ഈ റെസ്റ്റോറൻറ്റ് ഒരു ഫോറസ്റ്റിൻ്റെ അകത്താണുള്ളത്. അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് ബോർഡർ കയറി കേട്ടോ. ഇവിടെ കയറുമ്പോൾ തന്നെ ആ ഒരു ചൂടൊക്കെ മാറി ചെറിയ തണുപ്പൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്.
യെസ് ഗൈസ്, നമ്മളിവിടെ റീച്ച് ആയിരിക്കുന്നു. അപ്പോൾ ഇതാണ് സ്ഥലം, സിട്രസ് ട്രെയിൽ ഫാം ആൻഡ് കിച്ചൺ. പാർക്കിംഗ്. ഞാൻ ജസ്റ്റ് സ്പോട്ട് ഒന്ന് കാണിച്ചു തരാം. മൊത്തത്തിലൊരു ഈ കോഫി പ്ലാന്റേഷൻസാണ് ഇവരിവിടെ വെച്ചിട്ടുള്ളത്. ഇതുണ്ടല്ലേ, സോ കംപ്ലീറ്റ്ലി ഇത് നമ്മുടെ കപ്പിഗുരുവാണ് സംഭവം. സോ കോഫി പ്ലാന്റേഷൻ്റെ ഇടയിലാണ് നമ്മുടെ സ്പോട്ട് വരുന്നത്. സോ ഇത് കോട്ടേജാണ്, നമുക്ക് സ്റ്റേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ഉണ്ട്. ആൻഡ് അതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് സെറ്റപ്പ്. അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. വ്യൂ ആക്ച്വലി നല്ല അടിപൊളിയാണ്. അങ്ങനെ ലേറ്റായി വന്ന് ഒരു വിധത്തിൽ ടേബിളൊക്കെ കിട്ടി, അടിപൊളിയൊരു ഭക്ഷണമൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് നമ്മളിത് പതുക്കെ നമ്മുടെ ഫാമിൻ്റെ സൈഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കുവാണ്. നമുക്ക് ഓരോ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ.